ഈ അർജുന്റെ ബന്ധുവായ ജിതിൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജിതിൻ, ഈ അർജുനാണ് ഇതിനുള്ളിൽ പെട്ടുപോയിട്ടുള്ളത് എന്ന് എപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്? അവസാനമായി ഫോണിലോ മറ്റോ ബന്ധപ്പെടാൻ സാധിച്ചത് എന്നാണ്? ഇത് അർജുനാണെന്ന് ബന്ധപ്പെടാൻ ഇവിടെയാണ് ഉള്ളതെന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇതിൽ ഇവൻ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് മോഡൽ, എത്രയും സേഫ്റ്റി ഫീച്ചറുള്ള വണ്ടിയാണ്. അപ്പൊ അതിൽ GPS ലാസ്റ്റ് ലൊക്കേഷൻ പ്രകാരം എക്സാക്ട് ഈ മണ്ണിന്റെ അടിയിലാണ് ഇപ്പം വണ്ടി കാണുന്നത് നമ്മള്. ഹലോ, അവസാനമായി പറയൂ ജിതിൻ, കേൾക്കാം. അവസാനമായിട്ട് അവിടെ നിന്നാണ് കണ്ടത്. ഫോണിലോ മറ്റോ ബന്ധപ്പെടാൻ അതിന് മുൻപ് അവസാനമായി ഫോണിൽ ബന്ധപ്പെടുമ്പോ ഇത് എവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നോ ബന്ധുക്കളുമായി അർജുൻ? ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഇവന്റെ വാട്സപ്പിലെ ലാസ്റ്റ് സീൻ 3:10 ആ സമയത്തായിരുന്നു. ഇവന് 2 നമ്പർ ഉണ്ട്. അപ്പൊ ഒരു നമ്പർ നമ്മൾ ചെക്ക് ചെയ്തപ്പം ഇതിന്റെ 72 കിലോമീറ്റർ മുന്നേ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത നമ്പർ വന്നത് പിന്നെ ലാസ്റ്റ് സീൻ കാണിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ് ഏകദേശം. ഇപ്പോൾ MP-യോട് സംസാരിച്ചിരുന്നു. MP-യും പറയുന്നത്, MK രാഘവൻ MP പറയുന്നത് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരുന്നു എന്ന് തന്നെയാണ്. ഇവിടെ പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ റോഡ് ക്ലിയർ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് വർക്ക് നടക്കുന്നത്. നമ്മളെ ഒരുപാട് പറഞ്ഞു വണ്ടി ഇതിന്റെ അപ്പുറത്തുള്ള സ്പോട്ടിലാണ് കിടക്കുന്നത് പറഞ്ഞിട്ട് അവർ ഇതുവരെ മണ്ണ് നീക്കാനോ രക്ഷാപ്രവർത്തനം നടത്താനോ ഒന്നും തയ്യാറായിട്ടില്ല. കാരണം എന്റെ ബ്രദറിന്റെ ഒരു ലൈഫാണ് അതിൽ കുടുങ്ങി കിടക്കുന്നത്. എന്തെങ്കിലും ഹോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷയാണത്. തീർച്ചയായിട്ടും വികാരം മനസ്സിലാവുന്നു ജിതിൻ.